السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ അഹ്ഖാഫിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിലൂടെ പറയുന്നു, ഇതിലെ 9-ാമത്തെ ആയത്തിൽ, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ വമാ അദ്രി മാ യുഫഅലു ബി വലാ ബികും ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ വമാ അന ഇല്ലാ നദീറുൻ മുബീൻ. ഖുൽ, പറയൂ നബിയെ, മാ കുൻതു, ഞാനല്ല, ബിദ്അൻ മിനർ റുസുൽ, റസൂലുകളിൽ ഒരു ബിദ്അ അല്ല, ഒരു പുതിയ ആളല്ല. വമാ അദ്രി, എനിക്കറിയുകയുമില്ല, മാ യുഫഅലു ബി, എന്നെ എന്താണ് അള്ളാഹു ചെയ്യുകയെന്ന്, അഥവാ ദുനിയാവിൽ, വലാ ബികും, നിങ്ങളെയും. ഇൻ അത്തബിഉ, ഞാൻ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്, ഇല്ലാ മാ യൂഹാ ഇലൈ, എനിക്ക് എന്താണോ വഹി നൽകപ്പെടുന്നത് അത് പിൻപറ്റുകയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതല്ലാതെ മറ്റൊന്നും ഞാൻ പിൻപറ്റുന്നില്ല. വമാ അന ഇല്ലാ നദീറുൻ മുബീൻ, വമാ അന, ഞാനല്ല, ഇല്ലാ നദീറുൻ മുബീൻ, ഒരു വ്യക്തമായ താക്കീതുകാരനല്ലാതെ മറ്റാരുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെടുന്നു, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ റസൂലുകളിൽ ഒരു പുതിയ ആളൊന്നുമല്ല. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, അലസ്തു ബിഅവ്വലി റസൂലിൻ തറഖൽ ആലം, ലോകത്ത് വന്നുമുട്ടിയ ആദ്യത്തെ റസൂലല്ല ഞാൻ. ബൽ ഖദ് ജാഅത് റുസുലു മിൻ ഖബ്ലി, എനിക്ക് മുൻപ് ധാരാളം റസൂലുകൾ വന്നിട്ടുണ്ട്. ഫമാ അന ബിൽ അംരി അല്ലദീ ലാ നദീറ ലഹു ഹത്താ തസ്തൻകിറൂനി വതസ്തബ്ഇദു ബിഅസതി ഇലൈക്കും, ഞാൻ കൊണ്ടുവന്ന ഈ കാര്യം ഇതിനോട് സാദൃശ്യമുള്ളതൊന്നുമില്ല എന്നതുപോലുണ്ട്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന നിഷേധവും അകൽച്ചയും കണ്ടാൽ എന്താണ് തോന്നിപ്പോവുക? ഇത് തുല്യതയില്ലാത്ത, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനുമായി അള്ളാഹുവിന്റെ ധാരാളക്കണക്കിന് അനേകം നബിമാരും റസൂലുകളും ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. فإنه قد أرسل الله جل وعلا قبلي جميع الأنبياء إلى الأمم. മാത്രമല്ല, റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുൻപ് അള്ളാഹു ബാക്കിയുള്ള മുഴുവൻ റസൂലുകളെയും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ റസൂലാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് ലോകത്തിന് പരിചിതമല്ലാത്ത ഒരു പുതിയ കാര്യമല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം റസൂലുകളെയും നബിമാരെയും മുൻപ് നിയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ റസൂലല്ല, മറിച്ച് അവിടുന്ന് അന്തിമ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിമാരുടെ ചരിത്രമാകട്ടെ, അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത അത്ര സമൂഹം, ജനങ്ങൾ അവർ കൈമാറി വന്ന വിവരമാണ്, മുതവാത്തിറായ വിവരമാണിത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹൂദ് നബി, സാലിഹ് നബി, ശുഐബ് നബി, മൂസ, ഈസ, ഇബ്രാഹിം അലൈഹിം ജമീഅൻ അസ്സലാത്തു വസ്സലാം, ഈ നബിമാരൊക്കെ ലോകത്ത് വന്നിട്ടുണ്ടെന്നും അവർ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ അധ്യാപനങ്ങൾ പ്രസിദ്ധമാണ്. അത് ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ കുറച്ചാളുകൾ മാത്രം പറഞ്ഞതൊന്നുമല്ല, മറിച്ച് ഒരുപാട് ജനസമൂഹങ്ങൾ തലമുറകളായി അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നബിമാരുടെ ചരിത്രം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ സത്യമാണെന്നതിന് അത് തന്നെ തെളിവാണ്. നബിമാരും അവരുടെ സമൂഹങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത് മുസ്ലിമീങ്ങൾ മാത്രം പറയുന്നതല്ല,
മറിച്ച് ലോകത്തെ വലിയ വിഭാഗങ്ങൾ യഹൂദികൾ, നസ്രാനികൾ, അവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം എങ്ങനെയാണ് ഒരു ജനസഞ്ചയം ഒന്നാകെ കളവ് പറയുക? അങ്ങനെ ഒരു നബിമാർ വന്നിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ജനവിഭാഗങ്ങൾ ഇവിടെ ജീവിച്ചിട്ടില്ലെങ്കിൽ, നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അവസാന നബിമാരെയും അവരുടെ ആളുകളെയും അള്ളാഹു, മുഅ്മിനീങ്ങളെയും അള്ളാഹു സഹായിച്ചത്, നബിമാരുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തിയതും നശിപ്പിച്ചതും, ഈ സംഭവങ്ങളെല്ലാം ഒരാൾക്കും നിഷേധിക്കാനാവാത്ത വണ്ണം ജനസമൂഹങ്ങൾ ഒരുപാട് തലമുറകൾ കൈമാറി വന്നിട്ടുള്ള വിവരമാണ്. അതാരെങ്കിലും നിഷേധിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ അങ്ങേയറ്റത്തെ വിഡ്ഢിയാണ്. അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാ അതിന് പറഞ്ഞിട്ടുള്ള ഉദാഹരണം, ഒരാൾ തനിക്ക് കാണാത്ത ഒരു സ്ഥലം നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ താൻ കണ്ടിട്ടില്ലാത്ത ഒരു ഭരണാധികാരിയെ നിഷേധിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരാൾ ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ്, സൗദി അറേബ്യ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല, അമേരിക്ക എന്നൊരു രാജ്യമില്ല. എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. വേറൊരാൾ പറയുകയാണ്, മുമ്പ് കഴിഞ്ഞ ഏതെങ്കിലും ഭരണാധികാരികളെ കുറിച്ച് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല. ഒരാൾ പറയണ ഹിറ്റ്ലർ എന്നൊരാൾ കഴിഞ്ഞു പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടോ? അയാൾ നമ്മൾ എന്താണ് പറയുക? ജനസമൂഹങ്ങൾ, ലോക ജനത, അവരിൽ വലിയൊരു വിഭാഗം നിഷേധിക്കാൻ സാധിക്കാത്ത വണ്ണം അവർ കൈമാറി വന്നിട്ടുള്ള വിവരമാണ് യഥാർത്ഥത്തിൽ നബിമാരുടെ ചരിത്രം എന്നത്. അത് ചരിത്രമാണ്, അത് കഥയല്ല, അത് കെട്ടുകഥയല്ല. അള്ളാഹുവിന്റെ നബിമാരുടെ ചരിത്രങ്ങൾ എങ്ങനെയാണ് ഒരുപോലെ പല കിതാബുകളിൽ അസത്യമായ ഒരു കാര്യം രേഖപ്പെടുത്തപ്പെടുക? ഒരുപോലെ ഒരുപാട് ജനങ്ങൾ ഒരാൾ ജീവിച്ചിരുന്നിരുന്നു എന്ന് പറയുക, അള്ളാഹു നിയോഗിച്ചവരാണവർ, അവരുടെ ശത്രുക്കളുമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒരുപോലെ ഒരുപാട് ആളുകൾ പല പല കാലങ്ങളിൽ ഒരുപോലെ കളവ് പറയുക അസംഭവ്യമാണത്. അവർ ജീവിച്ചിരുന്നിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും കെട്ടുകഥകളിലെ, ഇതിഹാസങ്ങളിലെ, പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ പോലെയുള്ള ആളുകളല്ല നബിമാർ. അവരുടെ പുരാണങ്ങളുടെ കഥാപാത്രങ്ങൾ എന്നാൽ അത് യഥാർത്ഥത്തിൽ അതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവരെ പറ്റി പറയുന്ന ചരിത്രമല്ല വേറൊരു നാട്ടിൽ. എന്നാൽ അള്ളാഹുവിന്റെ നബിമാരുടെ ചരിത്രം അങ്ങനെയല്ല. മൊത്തത്തിൽ അവരുടെ ചരിത്രം എന്നത് അത് ലോകത്തെ ജനങ്ങൾ അവർ കൈമാറി വന്നിട്ടുള്ള വിവരമാണ്. അവരുടെ വിവരം അള്ളാഹുവിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഏറ്റവും വലിയ സത്യം പരിശുദ്ധ ഖുർആനിൽ അത് വന്നിട്ടുണ്ട് എന്നത് തന്നെ അത് സത്യമാണെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹു സാക്ഷിയായി മതിയായവനാണ്. വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി, സത്യത്തിന് സാക്ഷിയായി അള്ളാഹു തന്നെ മതി. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ ആവശ്യപ്പെടുന്നു, ഖുൽ പറയൂ നബിയെ, മാ കുന്തു ബിദ്അൻ മിനർ റസൂൽ, ഞാൻ റസൂലുകളിൽ ഒരു ബിദ്അ അല്ല. ബിദ്അത്ത് എന്ന് പറയില്ല നമ്മൾ, പുത്തൻവാദം, ദീനിലില്ലാത്തത് പുതുതായി കടത്തിക്കൂട്ടിയതിന് ബിദ്അത്ത് എന്ന് പറയും. ബദഅ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് ബദീഉസ് സമാവാതി വൽ അർദ്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെ മുൻ മാതൃകയില്ലാതെ പടച്ചവനാണ് റബ്ബ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാത്തൊരു കാര്യമാണത്. ദീനിൽ മാതൃകയില്ലാത്ത, തെളിവില്ലാത്ത കാര്യം അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ പടച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഖുൽ പറയൂ നബിയെ, മാ കുന്തു ബിദ്അൻ മിനർ റസൂൽ, റസൂലുകളിൽ ഞാനൊരു പുതിയ ആളല്ല. വമാ അദ്രി, എനിക്കറിയുകയുമില്ല, മാ യുഫ്അലു ബി വലാ ബിക്കും, എന്നെ എന്തു ചെയ്യുമെന്നോ അല്ല നിങ്ങളെ എന്തു ചെയ്യുമെന്നോ എനിക്കറിയില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്താണ് എനിക്ക് സംഭവിക്കുക, അവസാനം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക, നിങ്ങളെ ഏത് രൂപത്തിലാണ് അള്ളാഹു ശിക്ഷിക്കുക, അതല്ല അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷയിൽ നിങ്ങളെ ആകെ നശിപ്പിക്കാതെ നിങ്ങൾക്ക് സമയം നീട്ടിത്തരുമോ, ഇതൊന്നും എനിക്കറിയില്ല എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. കാരണം പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഅ്മിനീങ്ങളെയും എന്താണ് അള്ളാഹു ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയില്ല എന്ന് വന്നാൽ യഥാർത്ഥത്തിൽ പിന്നെ കുഫാറുകൾ ചോദിക്കൂലേ, അത് ശരി, നിന്നെ തന്നെ എന്താണ് റബ്ബ് ചെയ്യുക എന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്തിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്? ഇവിടെ എന്താണ് ഉദ്ദേശം? മറിച്ച് ഈ ലോകത്ത് എന്നെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെതിരിൽ അള്ളാഹു എനിക്ക് അധികാരവും വിജയവും നൽകുമോ, എങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും,
അതുപോലെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശിക്ഷിക്കുമോ? ഏതു രൂപത്തിലുള്ള ശിക്ഷയാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുക? ഇതൊന്നും യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇബ്നു കസീർ പറയുകയാണ്, വഅമ്മാ ഫിദ്ദുനിയ ഫലം യദ്രി മാ കാന യഊലു ഇലൈഹി അംറു. ദുനിയാവിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം അവസാനമായി തീരുക അവിടത്തേക്ക് അറിയില്ല. കാരണം അവിടത്തേക്ക് ഗൈബ് അറിയില്ല. നാളെ എന്ത് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല, ഒരാൾക്കും അറിയില്ല. അല്ലാഹുവിന് മാത്രമാണ് അതറിയുക. വ അംറു മുശ്രികി ഖുറൈശിൻ ഇലാ മാദാ അയുഅ്മിനൂന അം യക്ഫുറൂൻ ഫയുഅദ്ദബൂന ഫയുസ്തഅസലൂന ബികുഫ്രിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ മുശ്രിക്കുകൾക്ക് എന്താണ് സംഭവിക്കുക എന്നറിയില്ല. അവരെല്ലാവരും വിശ്വസിക്കുമോ? അതല്ല അവർ നിഷേധത്തിൽ കുഫറിൽ തന്നെ തുടരുമോ? അത് കാരണത്താൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവർ വിധേയരാകുമോ? അവർ വേരോടെ പിഴുതെടുക്കപ്പെടുമോ? ഇതൊന്നും എനിക്കറിയില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വമാ അദ്രി മാ യുഫഅലു ബി വലാ ബികും. എന്താണ് അള്ളാഹു ചെയ്യുക എന്നെനിക്കറിയില്ല, നിങ്ങൾ എന്താണ് ചെയ്യുക എന്നും എനിക്കറിയില്ല. മാ യുഫഅലു ബി വലാ ബികും ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. ഇൻ അത്തബിഉ ഞാൻ പിൻപറ്റുന്നില്ല, ഇല്ലാ മാ യൂഹാ ഇലൈ എനിക്ക് വഹയായി അള്ളാഹുവിന്റെ സന്ദേശമായി നൽകപ്പെടുന്നതല്ലാതെ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരമല്ല സംസാരിക്കുന്നത്, അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ സന്ദേശം അനുസരിച്ചാണ് അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ വമാ അന ഇല്ലാ നദീറും മുബീൻ. വമാ അന ഞാനല്ല ഇല്ലാ നദീറും മുബീൻ, ഒരു വ്യക്തമായ താക്കീതുകാരനല്ലാതെ മറ്റാരുമല്ല. നോക്കൂ, ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ ഗൈബ് അറിയുകയില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയുകയില്ല. ഒരു മജ്ലിസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ അവിടെ ചില കുട്ടികൾ പാട്ടുപാടുകയാണ്. അവർ പാടി, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദി. ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ആ നബിക്കറിയാം. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടരുത് എന്ന് അവരോട് പറയുകയുണ്ടായി. ആരാണ് ഗൈബ് അറിയുന്നവൻ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ. പറയൂ നബിയെ, അറിയുകയില്ല, ഗൈബ് അറിയുകയില്ല. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ആരും തന്നെ ഗൈബ് അറിയുകയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർക്ക് അറിയുകയില്ല. ഗൈബ് അറിയാമെന്ന് ആരെങ്കിലും വാദിച്ചാൽ ആ വാദത്തോടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. ആരെങ്കിലും അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെയോ ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആളുടെയോ അരികിലേക്ക് ചെല്ലുകയും എന്നിട്ട് അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവൻ കാഫിറായി പോയിരിക്കുന്നു, നിഷേധിയായിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എത്ര ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പേരവകാശപ്പെടുന്നവർ പോലും ഗൈബ് അറിയാമെന്ന് വാദിച്ച് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഓഫീസുകൾ തുറന്നിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് പോകുന്ന എത്ര ആളുകൾ, അവരുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഏജന്റുമാർ എത്രയാണ് ഈ സമുദായത്തിൽ. ശരിയായ കുഫറാണ്. ഈ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഗൈബ് അറിയാം, അദൃശ്യമറിയാം എന്ന് വിശ്വസിച്ചാൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ വന്ന് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് ഈ ജ്യോത്സ്യന്മാരുടെ കാര്യം, അവരുടെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസു ബിശൈ, അവരൊന്നുമല്ല, അവരൊരു ചുക്കുമല്ല. സഹാബത്ത് പറഞ്ഞു, നബിയെ, അവർ പറയുന്ന ചിലത് സത്യമാകുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽകൽ കലിമതു യഖ്തിഫുഹൽ ജിന്നിയു ഫയുഖർഖിറുഹാ ഫീ ഉദുനി വലിയിഹി കഖർഖറത്തി ദജാജ ഫയഖ്ലിതു ഫീഹി 100 കദ്ബ. അത് ഒരു വാക്കാണ്, അത്
ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ മലക്കുകൾ സംസാരിക്കുമ്പോൾ അവർ കട്ടുകേൾക്കും. എന്നിട്ട് ഫയുഖർഖിറുഹാ ഫി ഉദുനി വലിയിഹി, ഈ പിശാജിന്റെ വലിയായ ജ്യോത്സ്യന്റെ ചെവിയിൽ ആ പിശാജ്, ജിന്നുവർഗത്തിൽപ്പെട്ട പിശാജ് ഈ മനുഷ്യ പിശാജായ ജ്യോത്സ്യന്റെ ചെവിയിൽ അത് കുറുകി കൊടുക്കും. ദജാജ, കോഴി കുറുകുന്നതുപോലെ. അങ്ങനെ അവൻ അതിൽ 100 കളവുകൾ കൂട്ടിക്കലർത്തും. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും. അവന്റെ അടുത്ത് പോകുന്ന ഈ ദുഅഫാഉൽ ഈമാൻ, ഈമാൻ ദുർബലരായ ആളുകൾ എന്തെങ്കിലും ഒരു അദൃശ്യം അവൻ പറഞ്ഞാൽ അതോടെ അതാ അവന്റെ കെണിയിൽ വീഴുകയായി. അങ്ങനെയുള്ള ആളുകൾ ഈ ജ്യോത്സ്യന്മാരുടെ ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആരുണ്ടോ, അത് തങ്ങളെന്ന് പേരിട്ടിട്ടായാലും ഏത് പേരിലായാലും ശരി, അങ്ങനെയുള്ള ആളുകളുടെ കെണിയിൽ വീഴുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും. ചിലതൊക്കെ വെറും തട്ടിപ്പാണ്. അവന് ഇയാളുടെ കാര്യങ്ങൾ നേരത്തെ അറിയാനുള്ള ആളുകൾ ഉണ്ടാകും. ചിലതാകട്ടെ പൈശാചിക സഹായത്തോടെയാണ്. രണ്ടായാലും അങ്ങനെയുള്ള ആളുകൾ, ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന ആളുകൾ, അവർ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. അവരുടെ അടുത്തേക്ക് പോകുന്നവർ അവരുടെ ഈമാനാണ് നശിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ ഗൈബ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ആദ്യം അറിയേണ്ടത് മുഹമ്മദ് നബി അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വഹയിലൂടെ ലഭിച്ച കാര്യമല്ലാതെ അവിടത്തേക്ക് യാതൊരു ഗൈബും അറിയുകയില്ല. അല്ലെ, ഉഹദിൽ ശത്രുക്കൾ കുഴിച്ചു വെച്ച കുഴിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീഴുകയുണ്ടായി. അവിടുത്തെ മുൻപല്ല് പൊട്ടുകയുണ്ടായി. അവിടുത്തെ കവിളിൽ തറച്ച്, പടയങ്കിയുടെ ഭാഗം തറച്ച്, അതായത് പടത്തൊപ്പിയുടെ ഭാഗം തറച്ച് അവിടുത്തെ കവിളിലൂടെ രക്തമൊലിച്ചു വരികയായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം ഒരു വെള്ളവും തുണിയും കൊണ്ടുവന്ന് അത് തുടച്ചു കൊടുത്തുവെന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. എന്നിട്ട് രക്തം നിൽക്കുന്നില്ല. അവസാനം അവർ റളിയല്ലാഹു അൻഹ ഒരു വസ്തു അത് കരിച്ചു കൊണ്ടുവന്ന് ചൂടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിവ് ഉണക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ രക്തം നിൽക്കുകയുണ്ടായി എന്ന് ഹദീസുകളിൽ കാണാം. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. അള്ളാഹു എന്താണ് പറഞ്ഞത്? പറയൂ നബി, എന്താണ് പറയേണ്ടത്? വലൗ കുന്തു അലമുൽ ഗൈബ, എനിക്കെങ്ങാനും ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ, ധാരാളം ഖൈറുകൾ ഞാൻ നേടിയെടുത്തേനെ, എനിക്ക് ഒരു പ്രയാസവും ബാധിക്കുകയുമില്ലായിരുന്നു. അല്ലെ, നമുക്കൊക്കെ ഗൈബ് അറിയാമായിരുന്നെങ്കിൽ അങ്ങനെയല്ലേ സംഭവിക്കുക? നമുക്ക് എന്തെങ്കിലും നഷ്ടം പറ്റൂ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങി, നമ്മൾ വില കൊടുത്തു വാങ്ങി, തിരിച്ചു കൊടുക്കാനൊന്നും പറ്റൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കേടുവന്നു, അത് ഉപയോഗശൂന്യമായി. നമ്മൾ ആലോചിക്കും, അത് വാങ്ങണ്ടില്ലായിരുന്നു, വേറൊന്ന് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. എന്താണ് കാരണം? ഈ ആയത്ത് ആലോചിച്ചാൽ മതി. വലൗ കുന്തു അലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ അസ്തഗ്ഫർതു മിനൽ ഖൈർ, ധാരാളം ഖൈറുകൾ ഞാൻ നേടിയെടുത്തേ. വമാ മസ്സനിയ സൂ, ഒരു പ്രയാസവും എനിക്ക് ബാധിക്കില്ലായിരുന്നു. അതാണ് ഗൈബ് അറിയുമെങ്കിൽ സംഭവിക്കുക. ഗൈബ് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. നിരുപാധികം ഗൈബ് അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വന്ന് ചില ആളുകൾ അവർക്ക് ദീൻ പഠിക്കണമെന്ന് പറഞ്ഞ് സഹാബികളിൽ ശ്രേഷ്ഠരായ സഹാബിമാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ വഴിക്ക് വെച്ച് കൊന്നുകളഞ്ഞു ഈ സഹാബിമാരെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ സ്വന്തം സഹാബത്തിന് അവിടുന്ന് കൊലക്ക് കൊടുക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളോട് അങ്ങേയറ്റം ദയവും കാരുണ്യമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ യഹൂദിയായ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. എന്നിട്ട് വിഷം പുരട്ടിയ മാംസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്നത്. അവിടുന്ന് അത് കടിച്ചു, അല്ലേ? അപ്പോഴേക്കും അള്ളാഹുവിന്റെ വഹി ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവസാനിപ്പിച്ചു. കൂടെ ഇരുന്ന് കടിച്ച ബിശ്ർ എന്നു പേരുള്ള സഹാബി റളിയല്ലാഹു അൻഹു മരിച്ചു വീഴുകയാണ് ആ മാംസം കഴിച്ചിട്ട്. ബിശ്ർ എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യഹൂദിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച, ആട്ടിന്റെ മാംസം കഴിച്ച സഹാബി വിഷം തീണ്ടി മരിച്ചു വീഴുകയാണ് റളിയല്ലാഹു അൻഹു. മാത്രമോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാന സമയത്ത്, വഫാത്തിന്റെ സമയത്ത് അവിടുന്ന് പറയുകയാണ്, അതാ ഖൈബറിൽ വെച്ച യഹൂദിയായ പെണ്ണ് തന്ന വിഷം അതിപ്പോൾ എനിക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഹീദിന്റെ പ്രതിഫലവും ഉണ്ട് എന്ന്. അള്ളാഹു അതിനെ പിടിച്ചു വെച്ചു.
ആ വിഷത്തിന്റെ സ്വാധീനത്തെ അള്ളാഹു പിടിച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് അതിതാ എനിക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം. നോക്കൂ, അവിടുന്ന് ഗൈബ് അറിയുമെങ്കിൽ അതെടുത്ത് കഴിക്കോ? ഇല്ലല്ലോ. മുന്നിൽ കൊണ്ടുവച്ച ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ലാത്ത മാംസമാണ് ബബ്ബിന്റെ മാംസം. ഉടുമ്പിന്റെ മാംസം കഴിക്കുക എന്നത് ഹലാലാണ്, അനുവദനീയമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അവിടുത്തേക്ക് അത് ഇഷ്ടമല്ല, അവിടുത്തേക്ക് ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണമായിരുന്നു അത്. ചിലർക്ക് ചില ഭക്ഷണം ഇഷ്ടമുണ്ടാവുകയില്ല, ചിലർക്ക് ചില ഭക്ഷണം തീരെ അതിനോടൊരു അർപ്പായിരിക്കും ചില ആളുകൾക്ക്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം തന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അത്തിബ്ബുൻ നബവി, പ്രവാചക വൈദ്യം എന്ന അതിലെ ഒരു ജുസ് തന്നെ, ഒരു ഭാഗം തന്നെ അതാണ്. അതിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഉത്തമ മാതൃകകളിൽ ഒന്നാണിത്. കാരണം ഒരാൾക്ക് തീരെ ഒരു ഭക്ഷണം അറപ്പാണെങ്കിൽ അയാൾ അത് കഴിക്കാതിരിക്കലാണ് നല്ലതെന്നാണ്. അത് ചിലപ്പോൾ അത് വലിയ പ്രയാസം ഉണ്ടാക്കിയേക്കും, അയാളുടെ ആരോഗ്യത്തിന് അത് വലിയ കേടുണ്ടാക്കിയേക്കും. ഒരാൾക്കൊരു ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ല എങ്കിൽ, അത് അറപ്പോടെയാണ്, അയാൾക്കത് കഴിക്കാൻ ഇഷ്ടമല്ല എങ്കിൽ അത് കഴിക്കാതിരിക്കലാണ് നല്ലത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. ഉടുമ്പിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാറില്ല. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഹറാമുൻഹു, ഹറാമാണോ ഇത്? എന്ന് പറഞ്ഞു, അല്ല, എന്റെ നാട്ടിലില്ല, അതുകൊണ്ട് ആഫുഹു, എനിക്ക് അതിനോടൊരു അറപ്പാണ്, എനിക്കത് കഴിക്കാൻ ഒരു പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മുന്നിലുള്ള ഭക്ഷണ തളികയിൽ ഉടുമ്പിന്റെ മാംസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല ഇത് ഉടുമ്പിന്റേതാണ്. അവിടുന്ന് അതിലേക്ക് കടിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ വീട്ടിനകത്ത് നിന്ന് സഹാബി വനിതകൾ അവർ വിളിച്ചു പറയുകയാണ്, ദബ്ബുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഉടുമ്പിന്റെ മാംസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വലിച്ചു. എന്താണ് സഹാബികളിലെ സ്ത്രീകളായ സഹാബിമാർ, വനിതകളായ സഹാബി, അവരുടെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുന്നാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയണോ, നബിക്കറിയില്ല എന്താ മാംസം എന്ന്? അവർ പറയണം, ദബ്ബുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതാ റബ്ബിന്റെ ഉടുമ്പിന്റെ മാംസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവലിച്ചു. ഇതാണ് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം. എന്നിട്ടാണ് അള്ളാഹുവിന്റെ നബിമാരെക്കാൾ എത്രയോ ശ്രേഷ്ഠത കുറഞ്ഞ ആളുകളെ കുറിച്ച് പറയുന്നത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നമ്മുടെ കൽബ് അറിയുമെന്ന് മുഹീദ്ദീൻ ശൈഖ് കൽബ് വായിക്കുമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ചാണ് ബുർദക്കാരൻ എഴുതിയത്, വഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. ഓ നബിയെ, താങ്കളുടെ ഔദാര്യത്തിന്റെ ഭാഗം മാത്രമാണ് ഈ ദുനിയാവും അതിന്റെ സഹോദരിയായ, അതിന്റെ ദറത്തായ, ദറത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ രണ്ട് ഭാര്യമാരിൽ അവർ തമ്മിലുള്ള ബന്ധത്തിന് ദറത്ത് എന്ന് പറയാം. ഇവളുടെ ദറത്താണ് മറ്റവൾ. ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരാളുടെ ദറത്താണ് മറ്റവൾ എന്നാണ് പറയുക. ദുനിയാവിന്റെ ദറത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്ത്, ദുനിയ ദറത്തുൽ ആഖിറ. ദുനിയാവും ആഖിറത്തു നബിയെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. വഇന്ന മിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. ഖലമിന്റെയും ലൗഹിന്റെയും അറിവ്, അള്ളാഹു കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദിന്റെയും അത് രേഖപ്പെടുത്താൻ ഉപയോഗിച്ച ഖലമിന്റെയും ഇൽമ് നബിയെ താങ്കളുടെ ഇൽമിന്റെ ഭാഗം മാത്രമാണ്. ഇതിനേക്കാൾ കൊടിയ ശിർക്ക് എന്താണത്? ബുർദയിലെ വരികളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ വരി അതിന് തൊട്ടുമുമ്പോൾ എന്താ? യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഓ അക്രമുൽ ഖൽഖ്, പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബിയെ, എനിക്ക് പ്രയാസകരമായ സമയങ്ങളിൽ ആരുണ്ട് അഭയം തേടി ചെല്ലാൻ അങ്ങല്ലാതെ. മാലി മൻ അലൂദു സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഇത് കൊടിയ ശിർക്കാണെന്ന് മനസ്സിലാക്കാൻ അന്നം തിന്നുന്ന ബുദ്ധിമതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വരി ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ, അതായത് യാ ഖാലിഖൽ ഖൽഖി, ഓ പടപ്പുകളുടെ സൃഷ്ടാവായവനെ, മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. പ്രയാസകരമായ ഘട്ടങ്ങളിൽ എനിക്ക് അഭയം തേടാൻ നീയല്ലാതെ മറ്റാരാണുള്ളത്. വഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. നിന്റെ ഔദാര്യമാണ് ഈ ലോകവും പരലോകവും, നിന്റെ അറിവിന്റെ ഭാഗമാണ് ലൗഹിന്റെയും കലമിന്റെയും ഇൽം എന്ന് അള്ളാഹനെ വിളിച്ചു പറഞ്ഞാൽ
അത് തൗഹീദിന്റെ ഭാഗമാവും അല്ലേ? അത് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതാണ് അള്ളാഹുവിന്റെ പടപ്പായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്നത്. ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താണ് ശിർക്ക്? പിന്നെ ദുനിയാവിൽ ശിർക്കുണ്ടോ? ഇത് കുഫറല്ലെങ്കിൽ പിന്നെ എന്താണ് കുഫർ? ദുനിയാവിൽ കുഫർ ഉണ്ടാവോ? പിന്നെ നോക്കണം. ഇതാണ് മുസ്ലിമീങ്ങൾ. അവരെ കൊണ്ട്, സാധുക്കളായ മുസ്ലിമീങ്ങളെ കൊണ്ട്, അറിവുള്ളവരാണെന്ന് പറയുന്നവർ ചൊല്ലിക്കുന്നത് പങ്കെടുക്കുക, പുണ്യം നേടുക, ദീനാണിത് എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ മുന്നിൽ എന്താണ് ഈ വഞ്ചനക്ക് ഉത്തരം പറയുക? മുസ്ലിമീങ്ങളെ ഈ വഴികേടിലേക്ക്, തനിച്ച കുഫറിലേക്ക്, ഷിർക്കിലേക്ക് കൊണ്ടുപോയതിന് അള്ളാഹുവിന്റെ മുന്നിൽ ഇവരെന്താണ് ഉത്തരം പറയുക? റബ്ബിന്റെ മുന്നിൽ എന്ത് സമാധാനമാണ് ഇവർക്ക് പറയാനുള്ളത്? നോക്കണം സഹോദരങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ ഈ ഉമ്മത്തിന് യാതൊരു മോചനവും ഒരു രക്ഷയും ലഭിക്കാനില്ല. ഇനിയും ദുരന്തങ്ങളല്ലാതെ വരാൻ ഇടയില്ല. ഇതേപോലെയാണ്, ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ പോക്കെങ്കിൽ നസലുല്ലാഹു അൽ ആഫിയ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാണ്, ഖുൽ, പറയൂ നബിയെ, അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹ് വകഫർതും ബിഹി വശഹിദ ഷാഹിദുൻ മിൻ ബനി ഇസ്രായീല അലാ മിസ്ലിഹി ഫആമന വസ്തക്ബർതും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ അദ്ദാലിമീൻ. ഖുൽ അറഅയ്തും, പറയൂ നബിയെ, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറഅയ്തും എന്നതിന് മുൻഗാമികൾ ഭാഷയിൽ പലരും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അഖ്ബിറൂനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഇൻ കാന മിൻ ഇൻദില്ലാഹ്, ഇതെങ്ങാനും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ, ഈ ഖുർആൻ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എങ്കിൽ, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എങ്കിൽ, വകഫർതും ബിഹി, എന്നിട്ടാണ് നിങ്ങൾ ഇതിനെ നിഷേധിച്ചതെങ്കിൽ എന്തായിരിക്കുമുള്ള സ്ഥിതി? വശഹിദ ഷാഹിദുൻ, മാത്രമല്ല വശഹിദ ഷാഹിദുൻ, സാക്ഷ്യം വഹിക്കുന്ന ഒരാൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരാൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അലാ മിസ്ലിഹി, ഇതുപോലുള്ളതിന്, അഥവാ ഇത് സത്യമാണ് എന്ന കാര്യത്തിന് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു സാക്ഷി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഫആമന, അങ്ങനെ അദ്ദേഹം അതിൽ വിശ്വസിക്കുകയും, വസ്തക്ബർതും, നിങ്ങൾ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ അദ്ദാലിമീൻ, തീർച്ചയായും അല്ലാഹു അക്രമികളായ ആളുകളെ ഹിദായത്തിലാക്കുകയില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകളായ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകളോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. അത് അവരുടെ അതേ നിലവാരത്തിലുള്ളവർക്കൊക്കെ ബാധകമാണ് ഈ ആയത്ത്. കാരണം അവർ മുമ്പ് ഒരു കിതാബൊന്നും ലഭിക്കാത്ത ആളുകളാണ്. അവർ പല കാര്യങ്ങളിലും സംശയം ചോദിക്കാറുണ്ടായിരുന്നു ബനു ഇസ്രായേലിനോട്. കാരണം ബനു ഇസ്രായേൽ അവർ മുൻപ് കിതാബ് നൽകപ്പെട്ട ആളുകളാണ്. അവരോട് ചോദിക്കാറുണ്ടായിരുന്നു. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയൂ നബിയെ, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ, അതായത് ഇബ്നു കസീർ പറയുന്നു, മാ ദന്നുക്കും, നിങ്ങൾ എന്താണ് കരുതിയിട്ടുള്ളത്? അന്നല്ലാഹ സാനിഉൻ ബിക്കും, അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് വിചാരിക്കുന്നത്? ഇൻ കാന ഹാദൽ കിതാബ് الذي جئتكم به قد أنزل علي لأبلغكموه, ഇത് അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി അവതരിപ്പിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? വഖദ് കഫർതും ബിഹി വകദ്ദബ്തുമൂഹ്, നിങ്ങൾ ഇതിനെ തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കിതാബിലാകട്ടെ വശഹിദ ഷാഹിദ്, സാക്ഷിയായ ഒരാൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന്, അലാ മിസ്ലിഹി, അഥവാ ഇത് സത്യമാണ് എന്ന കാര്യത്തിൽ, ഇതുപോലുള്ളതിൽ ഇത് സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ വശഹിദ ഷാഹിദ്, ഒരു സാക്ഷി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഏതെങ്കിലും ഒരു വ്യക്തിയെയല്ല, മറിച്ച് ബനു ഇസ്രായേലിൽപ്പെട്ട വിവരമുള്ള പഴയ കിതാബുകൾ പഠിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരെ കുറിച്ചാണ് ഈ വചനം. അത് ഒരാൾ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് ഒരു ജിൻസിനെ സൂചിപ്പിക്കുന്നതാണ്, ഒരു വർഗനാമം എന്ന അർത്ഥത്തിലാണത്. അഥവാ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ മുമ്പ് തന്നെ പഴയ കിതാബുകൾ പഠിച്ചിട്ടുള്ള എത്രയോ ആളുകൾ ഈ ദീനിൽ ഇതിൽ വേഗം വിശ്വസിച്ചിട്ടുണ്ട്. ബനു ഇസ്രായേലിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സലഫുകളിൽ മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുള്ളത് ഈ ആയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ചുള്ളതാണ്. മഹാനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. അദ്ദേഹം യഹൂദ പണ്ഡിതനായിരുന്നു, യഹൂദികളിലെ വലിയ ആലിമായിരുന്നു അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്
വരികയും എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്നാണ്. ആ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു നബിക്ക് മാത്രമേ ഉത്തരം പറയാൻ കഴിയുള്ളൂ എന്നാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ആ കുഞ്ഞ് ആണും പെണ്ണുമായി തീരുന്നത്? അതുപോലെ ഏതാണ് സ്വർഗക്കാരുടെ ആദ്യത്തെ ഭക്ഷണം? എന്താണ് അന്ത്യനാളിന്റെ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം? ഈ 3 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനുള്ള ഉത്തരം ഇപ്പോൾ എന്നോട് ജിബ്രീൽ വന്നു പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു, ജിബ്രീലോ? യഹൂദികളെ ശത്രുവായ ആളോ? കാരണം യഹൂദികൾ മലക്ക് ജിബ്രീലിനെ അവരുടെ ശത്രുവായിട്ടാണ് കാണുന്നത്. അവർ പറയും ജിബ്രീൽ എന്നത് ദീന് വഹി കൊണ്ടെത്തിക്കലാണല്ലോ ജിബ്രീലിന്റെ ജോലി, ഉത്തരവാദിത്തം. അപ്പൊ ദീനിലെ കടുത്ത നിയമങ്ങൾ, യുദ്ധം ചെയ്യുക പോലെയുള്ള താങ്ങാൻ പറ്റാത്ത നിയമങ്ങൾ കൊണ്ടുവരുന്ന മലക്കാണ് ജിബ്രീൽ. അതുകൊണ്ട് ഞങ്ങളുടെ ശത്രുവാണ്. ഞങ്ങളുടെ മിത്രമാരാണ് മീകായിൽ എന്താണ്? മഴയാണ് കൊണ്ടുവരിക. അവർക്കാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മറുപടി പറഞ്ഞത്, ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ആരെങ്കിലും ജിബ്രീലിന്റെ ശത്രുവാണെങ്കിൽ, ജിബ്രീൽ ഈ ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചത്, താങ്കളുടെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ അനുമതിയോടെയാണ്. മുമ്പുള്ള കിതാബുകളെ സത്യപ്പെടുത്തുന്ന ഈ കിതാബ് അള്ളാഹുവിന്റെ അനുമതിയോടെയാണ് അവതരിപ്പിച്ചത്. തൊട്ടടുത്ത ആയത്ത് എന്താണ്? മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽകാഫിരീൻ. ആരെങ്കിലും അള്ളാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും അവന്റെ റസൂലുകളുടെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും ശത്രുവാണെങ്കിൽ അള്ളാഹു ആ കാഫറുകളുടെ ശത്രുവാകുന്നു. അള്ളാഹു പറയുകയാണ്, യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനോടാണ് ശത്രുത പ്രഖ്യാപിക്കുന്നത്. ജിബ്രീലിനോടുള്ള ശത്രുത അവർ പ്രഖ്യാപിച്ചാൽ, മീകായിലിന്റെ മിത്രമാണ്, മീകായിൽ ഞങ്ങളുടെ മിത്രമാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അള്ളാഹു പറഞ്ഞത് മീകായിലിനോടും ശത്രുത വെച്ചവർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. എല്ലാ മലക്കുകളോടും ശത്രുത വെച്ചു. അള്ളാഹുവിന്റെ ഒരു റസൂലിൽ ഒരുവൻ അവിശ്വസിച്ചാൽ മുഴുവൻ റസൂലുകളിലും അവൻ അവിശ്വസിച്ചവനായി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾ പറയണം ഖുർആനിൽ എല്ലാ ആയത്തും ഞാൻ സ്വീകരിക്കും, ഒരായത്ത് ഒഴികെ എന്ന് പറഞ്ഞാൽ അവന്റെ വിധി എന്താണ്? ഇസ്ലാമിൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയവനാണ്. ഈ കിതാബ് മുഴുവൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിം ആവുള്ളൂ. അപ്പൊ ഈ ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ നമുക്ക് ഈ ആയത്തുകൾ കാണാം. അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു, യഹൂദികൾ തങ്ങളുടെ ശത്രുവാണെന്ന് പറയുന്ന ജിബ്രീലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീലിന്റെ വഹി ലഭിച്ചു. പുരുഷന്റെ പുരുഷന്റെ അവന്റെ ബീജം സ്ത്രീയുടെ ബീജത്തെ മുൻകടന്നാൽ കുട്ടി ആണായിരിക്കും. പെണ്ണിന്റെ അത് പുരുഷന്റെ മായിനെ മറികടന്നാൽ കുട്ടി പെണ്ണായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളത് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സത്യം, അതാണ് ഹഖ്. റദിയ മൻ റദി വഗദിബ മൻ ഗദിബ്. ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടട്ടെ, വെറുക്കുന്നവർ വെറുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. സ്വർഗക്കാരുടെ ആദ്യത്തെ ഭക്ഷണം ഒരു മത്സ്യത്തിന്റെ അതിന്റെ കരളാണ് ഒന്നാമത്തെ അവരുടെ ഭക്ഷണം. അതുപോലെ ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് ഒരു തീയാണ്, അത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് മനസ്സിലായി ഇത് നബിയാണ്. ഒരു നബിക്കല്ലാതെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മുസ്ലിമാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നബിയെ, യഹൂദികൾ എന്ന് പറഞ്ഞാൽ കടുത്ത അസൂയക്കാരായ ഒരു വിഭാഗമാണ്, അതുകൊണ്ട് ഞാൻ മുസ്ലിമായത് ആദ്യം അവരോട് പറയരുത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സലാം മാറി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ആരാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം? അപ്പൊ അവർ പറഞ്ഞു, ഖൈറുനാ വബ്നു ഖൈറിനാ സയ്യിദുനാ വബ്നു സയ്യിദിനാ. ഞങ്ങളിൽ ഏറ്റവും ഖൈറായ ഒരാളാണ്, ഞങ്ങളെ ഖൈറായ ഒരാളെ മോനാണ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ നേതാക്കന്മാരിൽ ഒരാളെ മോനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം മുസ്ലിമായാലോ? അപ്പൊ യഹൂദികൾ പറഞ്ഞു, ആദഹുല്ലാഹു മിൻ, അള്ളാഹു കാക്കട്ടെ അദ്ദേഹത്തെ, അള്ളാഹു കാക്കട്ടെ.
അപ്പൊ യഹൂദികൾ അവിടെ നിൽക്കി അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നിട്ട് താൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. തൊട്ടു മുമ്പ് ഈ വാക്ക് പറഞ്ഞ ആളുകൾ പറയും ഷർറുന വബ്നു ഷർറിന, ഞങ്ങൾ ഏറ്റവും മോശക്കാരനായ ആൾ. നോക്കണം, അതുവരെ സ്വന്തം കൗമിലുണ്ടായിരുന്നപ്പോ ഏറ്റവും നല്ല ആളാണ്, സ്വന്തം കൗമിൽ തെറ്റിയപ്പോ ഏറ്റവും മോശക്കാരനായി. അതാണ് ഏറ്റവും വലിയ കക്ഷിത്വത്തിന്റെ ആളുകളാണ്, കടുത്ത കക്ഷിത്വത്തിന്റെ ആളുകൾ. അവരുടെ സ്വഭാവമാണ് പൊതുവെ അങ്ങനെ പറയാന്നുള്ളത്. നോക്കണം, യഹൂദികൾ അവരുടെ രീതി നോക്കൂ. ഇങ്ങനെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച മഹാനായ യഹൂദികളുടെ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതാണ് രണ്ട് യഹൂദിയായ ഒരു പുരുഷനെയും സ്ത്രീയെയും വ്യഭിചരിച്ചത് കാരണത്താൽ കൊണ്ടുവരും. വിവാഹിതരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗറാത്ത് അനുസരിച്ച് നമുക്ക് വിധിക്കാം, എന്താണ് നിങ്ങൾ ഇവർക്ക് നൽകുന്ന ശിക്ഷ? യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ ഇവരെ മർദ്ദിക്കും, അപമാനിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ പറഞ്ഞു, അല്ല, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരും, എന്നിട്ട് വായിക്കും. തൗറാത്ത് കൊണ്ടുവരും, എന്നിട്ട് കൈവച്ചിട്ട് വായിക്കും. റജും അഥവാ അവരെ എറിഞ്ഞു കൊല്ലാനുള്ള ആയത്ത് തൗറാത്തിലുണ്ട്, അവിടെ കൈവച്ചിട്ട് ബാക്കി വായിക്കും. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, കൈയെടുക്ക്. കൈയെടുത്തപ്പോൾ അതിലുണ്ട് റജുമിന്റെ ആയത്ത്. അങ്ങനെ ആ ശിക്ഷ അവർക്ക് നടപ്പിലാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഈ ശിക്ഷ മൂടിവെക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, എന്താണ്, ഞങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകാതിരിക്കാനാണ്. ശിക്ഷ നടപ്പാക്കിയിട്ട് കൊന്നു കളഞ്ഞാൽ ബനൂ ഇസ്രായേലിന്റെ എണ്ണം കുറഞ്ഞു, അതുകൊണ്ടാണ് എന്നവർ പറഞ്ഞു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അത് അട്ടിമറിച്ച, തൗറാത്തിലെ വിധി സ്വീകരിക്കാൻ തയ്യാറില്ലാതിരുന്ന ആളുകൾ. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന സന്തോഷവാർത്ത സൂചിപ്പിച്ചിട്ടുള്ള, സ്വർഗമുണ്ടെന്ന സന്തോഷവാർത്ത തന്റെ ഹദീസുകളിലൂടെ സൂചിപ്പിച്ചിട്ടുള്ള മഹാനായ സഹാബിയാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സഅദ് ഇബ്നു അബി വഖാസ് അദ്ദേഹം സ്വർഗ്ഗം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ്. ഒരൊറ്റ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് പറഞ്ഞ 10 സഹാബിമാരുണ്ട്. അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന എന്നാണ് അവരറിയപ്പെടുന്നത്. അവരിൽ അബ്ദുല്ലാഹിബ്നു സലാം ഉണ്ടോ? ഇല്ല. അവരുടെ പ്രത്യേകത എന്താണ്? ഒരൊറ്റ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേര് പറഞ്ഞ് അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഉമർ, ഉസ്മാൻ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, 4 ഖുലഫാകൾ. അവരെ കൂടാതെ മറ്റാറു പേർ, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്. ഇവരാണ് 6 സഹാബിമാർ. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, സുബൈർ ബിൻ അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, അബൂ ഉബൈദ ബിൻ ജറാഹ്. ഈ 6 പേർ. ഈ ഇവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന. ഹദീസിന്റെ പ്രത്യേകത എന്താണ്? 10 പേരുടെയും പേര് പറഞ്ഞിട്ട് ഫിൽ ജന്ന, ഇവർ സ്വർഗത്തിലാന്ന് പറഞ്ഞാൽ തന്നെ മതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല പറഞ്ഞു, അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന. ഓരോരുത്തരുടെ പേരെടുത്ത് അതിന്റെ കൂടെ ഫിൽ ജന്ന, ഫിൽ ജന്ന എന്ന് പറയുകയുണ്ടായി. ആ മഹത്തായ സന്തോഷ വാർത്ത ലഭിച്ച മഹാനായ സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ما سمعت رسول الله صلى الله عليه وسلم لأحد يمشي على وجه الأرض إنه من أهل الجنة إلا لعبد الله بن سلام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലൂടെ നടക്കുന്ന ഒരാളെ കുറിച്ചും അദ്ദേഹം സ്വർഗക്കാരനാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, അബ്ദുല്ലാഹിബ്നു സലാമിനെ കുറിച്ചല്ലാതെ. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മജ്ലിസിൽ ഉണ്ടായിരുന്ന ആളുകളെയോ അങ്ങനെ മറ്റോ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അദ്ദേഹം മാത്രമാണ് എന്ന് അതിനർത്ഥമില്ല. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഇത്രയും ശ്രേഷ്ഠതയുള്ള മഹാനായ സഹാബിയാണ്. അദ്ദേഹം അള്ളാഹു ഈ പറഞ്ഞ വശഹിദ ഷാഹിദുൻ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്ന സഹാബിയാണ്. മക്കയിലെ മുശ്രിക്കുകളെ പോലെ പഴയ കിതാബുകളെ കുറിച്ചോ മറ്റോ വിവരമില്ലാത്ത ആളുകളുടെ കൂടെയല്ല അബ്ദുല്ലാഹിബ്നു സലാമിന്റെ സ്ഥാനം. മറിച്ച് അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടപ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ, അവിടുത്തെ കേട്ടപ്പോൾ ആ മഹാനായ സഹാബിക്ക് മനസ്സിലായി ഇത് പഴയ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള വരുമെന്ന് സൂചനയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചു. അല്ലാഹു പറയുന്നു വഖാല അല്ലദീന കഫറു ലില്ലദീന ആമനു വഖാല അല്ലദീന കഫറു കാഫിറുകളായ നിഷേധികളായ ആളുകൾ അവർ പറഞ്ഞു ലില്ലദീന ആമനു വിശ്വസിച്ചവരായ മുഅ്മിനുകളെ കുറിച്ച് ലൗ കാന ഖൈറൻ ഈ ദീൻ എങ്ങാനും സത്യമായിരുന്നുവെങ്കിൽ, ഇത് ഖൈറായിരുന്നുവെങ്കിൽ, ഇത് നന്മയായിരുന്നുവെങ്കിൽ മാ സബഖൂന ഇലൈഹി ഇവരൊരിക്കലും ഞങ്ങളെക്കാളും മുൻപേ ഇത് സ്വീകരിക്കുമായിരുന്നില്ല. വൈദലം യഹ്തദൂ ബിഹി അവർക്കത് സ്വീകരിക്കാനുള്ള, ആ സന്മാർഗം സ്വീകരിക്കാനുള്ള ഭാഗ്യമില്ലാത്തതിനാൽ ഫസയഖൂലുൻ അതുകൊണ്ട് അവർ പറയും ഹാദാ ഇഫ്കുൻ ഖദീം ഇത് പഴയ ഒരു കള്ളക്കഥയാണ്, പണ്ട് പണ്ട് ആളുകൾ പറഞ്ഞത് അത് കേട്ട് മുഹമ്മദ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ പറയും. നോക്കൂ, അവരുടെ കടുത്ത അഹങ്കാരമാണിത്. ഇതിനേക്കാൾ കടുത്ത അഹങ്കാരം എന്തുണ്ട്? അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച സഹാബിമാർ അവരിൽ പലരും സാധുക്കളും പാവങ്ങളും അടിമകളുമൊക്കെയാണ്. ഇബ്നു കസീർ പറയുന്നത് നോക്കൂ, ഖാലു അനിൽ മുഅ്മിനീന ബിൽ ഖുർആൻ ഖുർആനിൽ വിശ്വസിച്ചവരെ കുറിച്ച് ഈ കാഫിറുകൾ പറയുന്നു ലൗ കാനൽ ഖുർആനു ഖൈറൻ ഈ ഖുർആൻ ഖൈറായിരുന്നുവെങ്കിൽ മാ സബഖനാ ഹൗലാഇ ഇലൈഹി നമ്മളെക്കാൾ മുൻപേ ഇവരൊന്നും അതിലെത്തൂലായിരുന്നു. യഅനൂൻ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിലാലൻ വ അമ്മാറൻ വ സുഹൈബൻ വ ഖബ്ബാബൻ റളിയല്ലാഹു അൻഹും ഈ പാവങ്ങളായ സഹാബിമാരാണ്. ഇത് സത്യമാണെങ്കിൽ ആദ്യം ഇവരെങ്ങനെ വിശ്വസിക്കാം? സത്യമായിരുന്നുവെങ്കിൽ ഞങ്ങളാണ് ഇത് ആദ്യം സ്വീകരിക്കാം. എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കൂ. ഇമാം ബിൻ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഇതിൽ നിന്ന് നേരെ വിപരീതമാണ് ആര് പറയുക? മുഅ്മിനുകളായ നമ്മൾ പറയുക. നേരെ വിപരീതം. അതെന്താ? ഒരു കാര്യം ഖൈറാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ ദീനിലുള്ള കാര്യം കൊണ്ടുവന്നാൽ, ഒരു കാര്യം ഖൈറാണ് ദീനിലുള്ളതാണെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ടുവന്നാൽ, ദീനില്ലാത്തൊരു കാര്യം ഖൈറാണെന്നും ദീനിലുള്ളതാണെന്നും പറഞ്ഞ ഒരാൾ കൊണ്ടുവന്നാൽ നമ്മൾ അവരോട് പറയുന്ന മറുപടി എന്താണ്? ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി ഇത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപേ അവർ ചെയ്യുമായിരുന്നു. ഇത് ആര്? സഹാബിമാർ. മുശ്രിക്കുകൾ നേരെ തിരിച്ചിട്ടാണ്. ഇബ്നു കസീർ പറയുന്നത് നോക്കൂ, ഈ വാക്ക് സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പഠിക്കേണ്ടതാണ്. ഇബ്നു കസീർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന, ഞങ്ങൾ ശാഫിഈയാക്കളാണെന്ന് പറയുന്ന ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുന്നവർ ഇബ്നു കസീറിന്റെ വാചകം കേൾക്കണം. ഇബ്നു കസീർ പറയുന്നത് നോക്കൂ, വഅമ്മ അഹ്ലുസുന്നത്തി വൽ ജമാഅ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഫയഖൂലൂൻ അവർ പറയും, ശ്രദ്ധിക്കുക, ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ഏത് വാക്കിനെ കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും, എങ്ങനെയുള്ള വാക്കും പ്രവൃത്തിയും, ലം യസ്ബുത് അനിസ് സഹാബ റളിയല്ലാഹു അൻഹും സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഏത് വാക്കിനെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചും അഹ്ലുസുന്നത്ത് പറയുക, ഹുവ ബിദ്അ അത് ബിദ്അത്ത് എന്നാണ്. ലിഅന്നഹു ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി കാരണം അത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപേ അവരത് ചെയ്തേനെ. മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മുഅ്മിനുകളുടെ വാക്കാണ്. ലിഅന്നഹും കാരണം അവർ ലം യത്റുകൂ അവരുപേക്ഷിച്ചിട്ടില്ല ഖസ്ലതൻ മിൻ ഖിസാലിൽ ഖൈരി ഇല്ല വഖദ് ബാദറു ഇലൈഹാ ഖൈറിന്റെ യാതൊരു കാര്യവും അവരുപേക്ഷിച്ചിട്ടില്ല. അവരത് ആദ്യം അതിലേക്ക് ഓടിച്ചെല്ലുന്നവർ അവരാകുമായിരുന്നു. ഈ വാക്കാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തു അൻ-നജ്മിലെ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ ആ സൂറത്ത് നമ്മൾ പഠിച്ചതാണല്ലോ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറഞ്ഞത് എന്താണ്? ഒരു മനുഷ്യനും അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. എന്നിട്ട് പറഞ്ഞു, ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫിഈയും അദ്ദേഹത്തിന്റെ മദ്ഹബ് പിൻപറ്റിയവരും തെളിവ് പിടിച്ചത്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അത് അവർക്ക് ലഭിക്കുകയില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം അത് ഖൈറായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു, സഹാബത്തിനെ പ്രേരിപ്പിക്കുമായിരുന്നു, അവരത് ചെയ്യുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപേ അവരത് ചെയ്യുമായിരുന്നു. ദുനിയാവിൽ ഏത് ബിദ്അത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള എന്താ? അത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻപേ സഹാബത്ത് ചെയ്യണമായിരുന്നു. മുശ്രിക്കുകൾ നേരെ തിരിച്ച് ആണ് പറഞ്ഞത്, ഇത് ഖൈറായിരുന്നെങ്കിൽ അവരൊരിക്കലും നമ്മളെക്കാളും മുൻപേ അതിലെത്തുമായിരുന്നില്ല, അവരുടെ അഹങ്കാരം കൊണ്ട്. എന്നിട്ട് അല്ലാഹു അവസാനം പറഞ്ഞത് നോക്കൂ, വൈദലം യഹ്തദൂ ബിഹി അവർക്ക് ആ സന്മാർഗം സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടാത്തതിനാൽ ഫസയഖൂലൂൻ അവർ പറയും, ഹാദാ ഇഫ്കുൻ ഖദീം ഇത് പഴയ ഒരു കളവാണ്, കെട്ടുകഥയാണ്. ഇത് ഏതുപോലത്തെ വാക്കാണ്? ഒരു ചൊല്ലുണ്ടല്ലോ, അന്നാസു കുല്ലുഹും അഅദാഉ മാ ജഹിലു
മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. ഓനറിയില്ല, അവൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് അവൻ അതിന്റെ ശത്രുവായിട്ട് മാറാൻ. അതുപോലത്തെയാണ് ഈ വാക്ക്. ഒരാൾക്ക് ഒരു ഹൈർ കിട്ടിയില്ല, അപ്പൊ അയാളെ അതിന് ചീത്ത പറയാം. അവന് കിട്ടാത്തതുകൊണ്ട് അതിനെ പുളിക്കുന്നു പറയാം. അവന് കിട്ടിയിട്ടില്ല എന്നതുപോലെ ഈ സന്മാർഗം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് കെട്ടുകഥയാണ്. ഇസ്ലാമിനെ നിഷേധിക്കുന്ന, ഇസ്ലാമിനെ ചീത്ത പറയാൻ എപ്പോഴും നാവും പേനയും ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളത് ഇതാണ്. ഈ രോഗമാണുള്ളത്. അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പൊ അതിനെ ചീത്ത വിളിക്കുക, തെറി പറയുക പോലെയുള്ള കാര്യമാണ് അവർ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.